തിരുവനന്തപുരത്തെ തിരുമലയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വലിയ ആവേശത്തിലാണല്ലോ പോലീസുകാർ. പ്രതിഷേധിച്ച പ്രവർത്തകരെ തള്ളി പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണല്ലോ. ഇന്നലെ ഈ ആവേശമൊന്നും കണ്ടിരുന്നില്ലല്ലോ. ഇന്നലെ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദിനെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് SFI ഗുണ്ടകൾ ചവിട്ടി വീഴ്ത്തിയത്. ആ സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ എന്തൊരാവേശമാണ് പോലീസിന്. പ്രജിത്ത, അനന്തപേർ അങ്ങനെ തന്നെയാണ്. ഇന്ന് തിരുമലയിൽ ഏതാണ്ട് പ്രധാനമന്ത്രി എത്തുന്ന രീതിയിലുള്ള പോലീസ് സംരക്ഷണമായിരുന്നു ഇവിടെ മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അത്രയധികം പോലീസുകാരുണ്ടായിരുന്നു. മന്ത്രി ആരെങ്കിലും ഒന്ന് കരിങ്കൊടി കാട്ടാൻ അനുവദിക്കില്ല എന്ന രീതിയിലൊക്കെയുള്ള വലിയ സന്നാഹമായിരുന്നു. പക്ഷേ പറയേണ്ടത് 12ഓളം വരുന്ന BJP യുവമോർച്ച പ്രവർത്തകർ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്ന വലിയ പോലീസ് വലയം ഒരുക്കിയിരുന്ന തിരുമലയിൽ പോലീസുകാരുടെ കൺമുന്നിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു വട്ടമല്ല, രണ്ടിടങ്ങളിലായി യുവമോർച്ച പ്രവർത്തകർ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മാധ്യമങ്ങൾ പോലും മനസ്സിലാക്കുന്നതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് പോലും മന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രയോഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് തടയാൻ സംസ്ഥാന പോലീസിന് എന്തായാലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പോലീസ് കാണിക്കുന്ന ആത്മാർത്ഥത അനിൽനമ്പ്യാർ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ്. കഴിഞ്ഞ ദിവസം ഈ ഈശ്വരപ്രസാദിനെ തമ്പാനൂരിട്ട് നെഞ്ചിൽ ചവിട്ടുമ്പോൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പോലീസുകാർ തന്നെയാണ് ഇവിടെ മന്ത്രിക്ക് കരിങ്കൊടി കാട്ടുന്ന ABP പ്രവർത്തകരെ വലിച്ച് വളരെ ബലം പ്രയോഗിച്ച് അവരെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുന്നതും ഉടനെ AR ക്യാമ്പിലോട്ട് കൊണ്ടുപോകാനൊക്കെ നിർദ്ദേശിക്കുന്നതുമൊക്കെ വളരെ സിനിമാ സ്റ്റൈലിലൊക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ കരിങ്കൊടി കാട്ടിയ പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് റോഡരികിൽ നിന്ന ഇത് കണ്ടുകൊണ്ട് നിന്ന BJP പ്രവർത്തകരെ പോലും പോലീസ് കൈകാര്യം ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ആ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ആ പ്രവർത്തകർ റോഡരികിൽ നിൽക്കുകയായിരുന്നു. അവരെ ബലം പ്രയോഗിച്ച് റോഡരികിൽ നിന്നവരെ ഒരു കാരണവുമില്ലാതെ അവർ ഈ പറയുന്ന രീതിയിൽ കരിങ്കൊടി പ്രതിഷേധത്തിൽ ഒന്നിൻ്റെയും ഭാഗമായിരുന്നില്ല. പക്ഷേ അവരെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ച നമ്മൾ ഇവിടെ നിന്ന് കണ്ടു. അതും അതീവ ബലം പ്രയോഗിച്ചാണ്. ഇതിൻ്റെ 10-1 ബലം പ്രയോഗിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഈശ്വരപ്രസാദിന് അത്രയധികം മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം പോലീസിന് ഒഴിവാക്കാമായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന അതേ പോലീസുകാർ തന്നെയാണ് ഇപ്പോൾ പോലീസിന് പുറമെ ശിവൻകുട്ടിക്ക് സംരക്ഷിത കവചം തീർക്കാൻ DYFIയുടെയും SFIയുടെയും CPMൻ്റെയും ഒക്കെ ഗുണ്ടകൾ സ്ഥലത്ത് ഉണ്ടായിരുന്നോ? എന്തായാലും ഇന്ന് ഈ മേഖലയിൽ ആ രീതിയിലുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടില്ല. കാരണം നമ്മൾ നിന്ന ഭാഗത്ത് നിന്നും പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അവിടേക്ക് നമ്മൾ ഓടിയെത്തുമ്പോഴേക്കും ആ പ്രവർത്തകരെ പോലീസ് ജീപ്പിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. വനിതാ പ്രവർത്തകരടക്കമുള്ളവരുണ്ടായിരുന്നു. അവരെ ബലം പ്രയോഗിച്ച് പോലീസ് ജീപ്പിനുള്ളിൽ കയറ്റി പെട്ടെന്ന് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് റോഡരികിൽ നിന്ന് BJP പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന കാഴ്ച കണ്ടത്. എന്തായാലും BJP പ്രവർത്തകർക്ക് നേരെ DYFI പ്രവർത്തകരുടെ അല്ലെങ്കിൽ CPM പ്രവർത്തകരുടെ ഒരു ആക്രമണത്തിനുള്ള സമയമൊന്നും എന്തായാലും തിരുമലയിൽ ലഭിച്ചില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് അത്തരം സംഘർഷ സമാനമായ സാഹചര്യങ്ങൾ എന്തായാലും ഇന്ന് തിരുമലയിൽ ഉണ്ടായിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയും അതിനെ പ്രതിരോധിക്കാൻ പണ്ട് മുഖ്യമന്ത്രിക്ക് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ DYFI പ്രവർത്തകർ വരികയാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ വലിയ സംഘർഷങ്ങൾക്കൊക്കെ കാരണമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെ ABPയുടെ വിദ്യാഭ്യാസം എന്താണ്, അതിനോടനുബന്ധിച്ച് ഈ രീതിയിലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ DYFI പ്രവർത്തകർ വരുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ്. EU ഈശ്വരപ്രസാദിനെ ഇന്നലെ ചവിട്ടി വീഴ്ത്തിയ SFI, DYFI, CPM ഗുണ്ടകളിൽ ആരെയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ആറ്റുകാൽ കൗൺസിലർ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ ഇന്നലെ ഇത് കഴിഞ്ഞ ശേഷം അവിടെ കൂടിയിരുന്ന് ചിരിച്ച് രസിച്ച് കളിച്ച് ഉല്ലസിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു വിട്ടതാണ്. ഇന്ന് ആരെയെങ്കിലും ഇന്നലെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഈശ്വരപ്രസാദിനെ അതിക്രൂരമായി മർദ്ദിച്ച ആരെയെങ്കിലും തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ?
അങ്ങനെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അനിൽ നമ്പ്യാർ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും പോലീസുകാരോട് ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷണം നടത്തിയിരുന്നു, ഇന്നും ഈ വിഷയം പരിശോധിച്ചിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചൊരു നടപടിയെടുക്കാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഈ അതിക്രമങ്ങൾ നടത്തിയതാര്, അവരുടെ പേര് വിവരങ്ങൾ, അവർ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അടക്കമുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളടക്കം ജനം TV പുറത്തുവിട്ടതാണ്. ആറ്റുകാൽ കൗൺസിൽ അടക്കമുള്ള ആളുകളുടെ വിശദാംശങ്ങൾ, ചിത്രങ്ങൾ സഹിതം, ദൃശ്യങ്ങൾ സഹിതം, അവർ ഈശ്വരപ്രസാദിനെ മർദ്ദിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ ഈ വാർത്ത നൽകിയത്. അത് എന്നിട്ട് കൂടി ഇത്ര വ്യക്തമായിട്ടൊരു യുവാവിനെ ഇത്രയധികം ആളുകൾ ചേർന്ന് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിട്ട് കൂടി, അതിന് പോലീസ് ഒത്താശ ചെയ്യുന്ന ദൃശ്യങ്ങൾക്ക് ഉണ്ടായിട്ട് കൂടി ആ പറയുന്ന അക്രമികളെ കസ്റ്റഡിയിലെടുക്കാനോ അവർക്കെതിരെ കേസെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും പോലീസ് പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ന് BJPയുടെ മുൻ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗുണ്ടാരാജിന് സംസ്ഥാന പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ ഒത്താശ ചെയ്യുകയാണോ എന്നുള്ളൊരു സംശയം പോലും ഈ ഘട്ടത്തിൽ ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അനിൽ നമ്പ്യാർ ഉള്ളത്. തിരുവനന്തപുരത്ത് തിരുമലയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ BJP പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.